Good morning. Good morning, ma'am. Good morning. ഇന്നത്തെ ക്ലാസ് ആണ് കേട്ടോ. പേര് ആരാ പറയുന്നത്? Good morning, ma'am. ഞാനാണ് prayer. Good morning, everyone. I am Shruti Suresh. Today I am going to deliver the prayer. Heavenly Father, thank you for the gift of education. As I prepare for my studies, I ask for your strength and focus. Help me to stay motivated, overcome distractions, and persevere through challenges. May my efforts be fruitful and may I always strive to learn and grow. Thank you, ma'am. Thank you. Sign in and thought of the day. ഞാനാണ് മാം സൈലന്റ്. Okay. Good morning, everyone. I am Soumya Tony. You are all welcome to our today's online class. I am so happy to see you together here. I hope in the class will be more interesting. I hope you will enjoy in the class. I would like to invite Abarna ma'am. I also invite Anjima for today's talk. Thank you. Today's thought: every small act of kindness can make big difference. Remember to mindful to others and offer a helping hand whenever you can. A little compassion can brighten someone's day and create a ripple effect of positivity. Thank you. Okay. നമ്മള് ഇന്നലെ എന്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് ഓർമ്മയുണ്ടോ? Compensatory education. കോമ്പൻസേറ്ററി എഡ്യൂക്കേഷനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. കോമ്പൻസേറ്ററി എഡ്യൂക്കേഷനില് നമ്മള് വിഷ്വൽ ഇംപയർമെന്റിനെ കുറിച്ച് റീഡ് ചെയ്തോ? ഇല്ലാലോ? നമ്മൾ പറഞ്ഞു അല്ലെ, ഡിസ്കസ് ചെയ്തില്ലേ വിഷ്വൽ ഇംപയർമെന്റിനെ കുറിച്ചിട്ട്? Yes, ma'am. ഓക്കെ. ചിൽഡ്രൻസ് വിത്ത് വിഷ്വൽ ഇംപയർമെന്റ് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആർക്കൊക്കെയാണ്? ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ്. സ്പെഷ്യൽ നീഡ്സ് ഉള്ള ചിൽഡ്രൻസിനാണ്, സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ചിൽഡ്രൻസിനാണ് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ provide to children with special needs are those children who, due to their mental and physical limitation, need extra care and support to reach their maximum potential. Our maximum potential like എത്താൻ വേണ്ടി അവർക്ക് എക്സ്ട്രാ കെയറും എക്സ്ട്രാ നീഡ്സുകളും ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചിൽഡ്രൻസ് വിത്ത് വിഷ്വൽ ഇംപയർമെന്റ് ആണ്. ചിൽഡ്രൻസ് ആർ neither unsighted by birth. Maybe some reasons എന്താണ് അവർക്ക് ജന്മനാലെ കാഴ്ച ഉണ്ടാവില്ല. became blind because of various reasons. മറ്റെന്തെങ്കിലും റീസണുകൾ കൊണ്ട് അവർക്ക് എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്? ബ്ലൈൻഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. The acute cause of visual deficiency are disease like smallpox, meningitis, trachoma. One minute. എടാ എത്രാമത്തെ ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞേടാ വേഗം. 8. 8 ആണ് ചേച്ചി. ഇത് വെൽഫെയർ. Page ഓക്കെ, number താങ്ക് 30. യു. കണ്ടു. Page number 32. പേജ് നമ്പർ 31. ഓക്കെ കേട്ടാ, നോക്ക എന്താ പറഞ്ഞത്? വിഷ്വൽ ഡെഫിഷ്യൻസി മേ ബി എങ്ങനെയെല്ലാം വരാം. ഒരാൾ വായിച്ചേ ദ അക്യൂർ കോസ് മുതല് അതിലൊരാൾ റീഡ് ചെയ്യോ? The acquired causes of visual deficiency are diseases like smallpox, meningitis, trachoma, scarlet fever, burns, or contact with the dangerous or poisonous chemicals. The
compensatory or special education is required according to the hardness of visual impairment. The parents of these children ബാക്കി വായിക്കണം മിസ്സേ. ഇല്ല ഓക്കെ മതി. നമുക്ക് പല അസുഖങ്ങൾ മൂലം നമുക്ക് എന്താണ് കാഴ്ച നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതില് സ്മോൾ പോക്സ് വരുന്നുണ്ട്, മെൻജൈറ്റിസ് നമ്മള് ഡിസ്കസ് ചെയ്തൊരു ഡിസീസ് അല്ലേ മെൻജൈറ്റിസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ, ഓർമ്മയുണ്ടോ അത്? ഓക്കെ, ആ ഒരു അസുഖം വന്നാലും നമുക്ക് എന്താണ് നമ്മുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ബേൺസ്, നമ്മള് പൊള്ളലേക്കുന്നു, അതേപോലെ തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോയിസണസ് ആയിട്ടുള്ള കെമിക്കൽസ് എങ്ങനെ നമ്മൾ കണ്ണിൽ പോവുകയാണെങ്കിൽ മേ ബി എന്താണ് വിഷ്വൽ ഇംപയർമെന്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ വിഷ്വൽ ഇംപയർമെന്റിന്റെ ഹാർഡ്നെസ് നോക്കിയിട്ടാണ് കോമ്പൻസേറ്ററി ഓർ സ്പെഷ്യൽ എഡ്യൂക്കേഷന്റെ റിക്വയർമെന്റ്സ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്യാവശ്യം എന്താ പറയാ വിഷ്വലി കാണുന്നതിൽ കുറച്ച് ബ്ലറൊക്കെ ഉണ്ട്, അവർക്ക് ഗ്ലാസ്സോ അല്ലെങ്കിൽ അതേപോലെ തന്നെ എന്തെങ്കിലും ലെൻസ് ഒക്കെ യൂസ് ചെയ്ത് അവർക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ, അവർക്ക് സാധാരണ നോർമൽ എഡ്യൂക്കേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. മേ ബി അവർക്ക് എന്താണ് ഫുൾ ആയിട്ട് അൺസൈറ്റ് ആണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രിഫർ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. The parents of these children should be given proper guidance about how to keep their eyes healthy. Children should be trained to keep themselves away from situations bad to the eyes. Periodic checkup or special ophthalmic examination should be arranged. ഓക്കെ, നമ്മള് പാരന്റ്സ് മാത്രമല്ല ടീച്ചേഴ്സും കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം അവരുടെ ഐസ് എങ്ങനെയാണ് ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കേണ്ടത്. അതേപോലെ ഐസിന് ബാഡ് ആവുന്ന സിറ്റുവേഷനിൽ അവരോട് എങ്ങനെ അവര് ഇത് ചെയ്യണം, പ്രതികരിക്കണമെന്നുള്ളത് നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, നല്ല രീതിയിൽ നമ്മളിപ്പോ ഒരുപാട് പുറത്തേക്ക് ട്രാവൽ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, നല്ല രീതിയിൽ നമ്മൾ മുഖം കഴുകി, അതേപോലെ തന്നെ നമ്മുടെ ഭക്ഷണം നല്ല രീതിയിൽ എന്ത് ചെയ്യണം, വാഷ് ചെയ്യണം. അതേപോലെ ഒരുപാട് നേരം TV യൂസ് ചെയ്യുന്നത് നല്ലതാണോ? ആണോ? അല്ല. നമുക്കറിയാം കുഞ്ഞു കുട്ടികൾ പോലും ഫോണിൽ ഇങ്ങനെ എന്ത് ചെയ്യാണ്, സ്ക്രോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക, റീൽസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക. കുഞ്ഞു കുട്ടികളാണെങ്കിൽ പോലും അവരെന്താണ് ഇപ്പോഴും ഫോണിലാണ്. അപ്പൊ ഒരു കൊടുക്കരുതെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, ഒരു ലിമിറ്റ് വെക്കുക, എല്ലാത്തിനും ഒരു ലിമിറ്റ് വെക്കുക. ഇപ്പൊ TV ആയാലും മൊബൈൽ ഫോൺ ആയാലും എല്ലാത്തിനും ഒരു ലിമിറ്റ്, ഒരു 10 മിനിറ്റ്സോ 15 മിനിറ്റ്സോ കുട്ടികൾ കണ്ടുകൊണ്ട് നമ്മൾ വഴക്ക് പറയണ്ട. പക്ഷെ ഒരുപാട് ആയിക്കഴിഞ്ഞാൽ അത് അവരുടെ കണ്ണിന് പ്രശ്നമാണ്. അതുകൊണ്ട് അത് ഒരുപാട് പ്രൊവൈഡ് ചെയ്യാതിരിക്കാം. ദെൻ TVയിൽ നിന്നൊരു ഡിസ്റ്റൻസ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം. TVയുടെ അടുത്ത് പോയിരുന്ന ഒരിക്കലും എന്തെങ്കിലും മൂവീസ് വാച്ച് ചെയ്യാൻ അലോ ചെയ്യരുത്. കീപ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം. ദെൻ നമുക്ക് കണ്ണിന് ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ മാക്സിമം എന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്യാനായിട്ട് അവോയ്ഡ് ചെയ്യാം. ദെൻ പീരിയോഡിക് ചെക്കപ്പുകൾ അല്ലെങ്കിൽ സ്പെഷ്യൽ ഒഫ്താൽമോളജിക് എക്സാമിനേഷൻസ് നമ്മൾ പീരിയോഡിക് ചെക്കപ്പുകൾ ചെയ്യും. പ്രീ സ്കൂൾ കുട്ടികൾക്കൊക്കെ നമ്മുടെ സ്കൂളുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, പീരിയോഡിക് ഐ ചെക്കപ്പ് ഒക്കെ വരാറുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ നല്ല രീതിയിൽ ചെക്കപ്പ് ഒക്കെ ചെയ്യാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ ടൈമിൽ ഐഡന്റിഫൈ ചെയ്യാൻ ട്രീറ്റ്മെന്റ് എടുക്കാനും പറ്റും. ദെൻ ഇത് കൂടാതെ നമ്മൾ വിഷ്വൽ ഇംപയർമെന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് പറഞ്ഞ കുറച്ച് കാര്യങ്ങളായിരുന്നു. ഇന്ന് ക്ലാസ്സിലെ ടീച്ചർ ചോദിച്ചായിരുന്നു അങ്ങനെയുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യണമെന്ന്. അപ്പൊ എനിക്ക് മാമിന് ഓർമ്മ വന്നു. ആണോ? ഓക്കേടാ. അപ്പോ അങ്ങനെ എല്ലാ സ്കൂളുകളിലും അറേഞ്ച് ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് മുൻകൂട്ടി സീറ്റ് അറേഞ്ച്മെന്റ് ചെയ്ത് കൊടുക്കാനാണ്. അതേപോലെ തന്നെ അവർക്ക് കുട്ടികൾക്ക് അത് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ട ഉത്തരവാദിത്വം നമ്മൾ ഓരോ ടീച്ചേഴ്സിനുണ്ട്. ഞങ്ങൾക്ക് നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ അങ്ങനെ ഒരു കുട്ടി ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് എന്താണോ അതെടുക്കാണ് വേണ്ടത്. ഓക്കെ, ചിൽഡ്രൻസ് വിത്ത് ഹിയറിംഗ് ഇംപയർമെന്റ് നെക്സ്റ്റ് ഒരു പ്രോബ്ലം ആണ്. ഹിയറിംഗ് ഇംപയർമെന്റ് ആയിട്ടുള്ള കുട്ടികൾ, കേൾവി പരിമിതിയുള്ള കുട്ടികൾ, മേ ബി ഒട്ടും കേൾക്കാത്ത കുട്ടികൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ചെറുതായിട്ട് അവർക്ക് ഹിയറിംഗ് എയ്ഡ് ഒക്കെ യൂസ് ചെയ്തായിരിക്കും ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. ഹിയറിംഗ് ഇംപയർമെന്റ് ആയിട്ടുള്ള കുട്ടികൾ മേ ബി ഫാമിലി ഹിസ്റ്ററി മൂലം നമുക്ക് ഈ ഹിയറിംഗ് പ്രോബ്ലം വരാം. ഇപ്പൊ പാരന്റ്സിന് ആർക്കെങ്കിലും ഹിയറിംഗ് പ്രോബ്ലം ഉണ്ടെങ്കിൽ കുട്ടിക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ദെൻ ഡെഫ് ആയിട്ടുള്ള പാരന്റ്സ് ജനിക്കുന്ന കുട്ടികൾക്ക് ഹിയറിംഗ് പ്രോബ്ലംസ് ഉണ്ടാവാം. ഓക്കെ, ഡെഫ് ആയിട്ടുള്ള പാരന്റ്സ് ജനിക്കുന്ന കുട്ടികൾക്ക് ഹിയറിംഗ് പ്രോബ്ലംസ് ഉണ്ടാവും. ക്ലോസ് റിലേഷൻ മാരേജസ്,
നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ക്ലോസ് റിലേഷൻ മാരേജ് കുട്ടികൾക്കും ഈ ഒരു ഹിയറിംഗ് പ്രോബ്ലംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലോസ് റിലേഷൻ മാരേജ് അറിയോ? ബന്ധത്തിൽ നിന്ന് രക്തബന്ധത്തിൽ നിന്ന് റിലേഷനിൽ തന്നെ ഇപ്പൊ ഹിന്ദുക്കളിലൊക്കെ ആണെങ്കിലും മുറപ്പെണ്ണും മുറച്ചൊക്കെ പണ്ടാണ്ട്, ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ എല്ലാവരും കസിൻസ് ആണ്. നമ്മളുടെയൊക്കെ ജനറേഷൻ അതായത് മുന്നത്തെ ജനറേഷനിലൊക്കെ ഈ എന്താ പറയാ അവർ ഫാമിലി പ്രോപ്പർട്ടീസ് ഒന്നും സെപ്പറേറ്റ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് റിലേഷനിൽ തന്നെ എന്തെങ്കിലും ക്ലോസ് റിലേഷൻ മാരേജസ് ഒക്കെ പെർമിറ്റ് ചെയ്തിരുന്നു. അപ്പോ കുട്ടികൾക്ക് ഹിയറിംഗ് പ്രോബ്ലംസ് വന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബ്ലഡ് ഗ്രൂപ്പ് കോംപ്ലിക്കേഷൻ സിറ്റുവേഷനിൽ ഹിയറിംഗ് പ്രോബ്ലംസ് വന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ബ്ലഡ് ഗ്രൂപ്പ് കോംപ്ലിക്കേഷൻ എന്താണെന്ന് അറിയാമോ? RH അങ്ങനെയുള്ള RH പോസിറ്റീവും RH നെഗറ്റീവും വന്നിട്ടുണ്ടെങ്കിൽ അതാണ്. ആർക്കെങ്കിലും അങ്ങനെ ബ്ലഡ് ഗ്രൂപ്പ് കോംപ്ലിക്കേഷൻ ഉണ്ടായിട്ടുണ്ടോ നമ്മുടെ കൂട്ടത്തില്? ഇല്ല. ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു ആൾക്കുണ്ടായിരുന്നേ. എന്നിട്ട് അതിന്റെ 2 ആൺകുട്ടികളാണ്. ആ 2 ആൺകുട്ടികൾക്കും ഒരു 3 വയസ്സ് കഴിഞ്ഞപ്പോ തൊട്ട് കാലിന് സ്വാധീനം ഇല്ലാതെ നടക്കാൻ ബുദ്ധിമുട്ടായിട്ട് ഇപ്പൊ വീൽ ചെയറിലാണ്. കുട്ടിക്ക് ഇനിയിപ്പോ ഒരിക്കലും നടക്കാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. സ്വാധീനക്കുറവുണ്ട്. അരയ്ക്ക് കീഴ്പോട്ടേക്ക് മെലിഞ്ഞിട്ട് ഒരു ഇതുപോലെയാണ്. മുകളിലേക്ക് ഒരു കുഴപ്പമില്ല, സാധാ നോർമൽ ബുദ്ധിക്ക് ഒന്നും ഒരു കുഴപ്പമില്ല. കീഴോട്ടേക്ക് ഇങ്ങനെ ചലനത്തിന് നടക്കാൻ മുട്ടി ഇങ്ങനെ കാലുകൾ തമ്മിൽ കൂട്ടി ഉരിഞ്ഞിട്ട് വീണു പോകുന്നു. അങ്ങനെ ഒരു അവസ്ഥയാണ്. ബ്ലഡ് ഗ്രൂപ്പ് കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസബിലിറ്റീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. കുട്ടികൾക്ക് ഡിസബിലിറ്റീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ബ്ലഡ് ഗ്രൂപ്പ് കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അമ്മയുടെ ബ്ലഡ് പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക, അച്ഛന്റെ ബ്ലഡ് നെഗറ്റീവ് ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ചൈൽഡിന് അങ്ങനെ ഉണ്ടാവണമെന്നില്ല. അപ്പൊ ആദ്യം എന്താണ് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഡെലിവറിയുടെ സമയത്ത് കുട്ടിയുടെ ബ്ലഡ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ ഡെലിവറിയുടെ സമയത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്? അമ്മയുടെ ബോഡിയിൽ ഈ ഒരു ബ്ലഡ് ഗ്രൂപ്പിനെതിരെ ആന്റിബോഡീസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ വീണ്ടും കൺസ്യൂം ആവുമ്പോൾ, വീണ്ടും പ്രഗ്നന്റ് ആവുമ്പോൾ ഒന്നില്ലെങ്കിൽ ആ പ്രഗ്നന്റ് ആവുന്ന സമയത്ത് തന്നെ അവർ ഡിറ്റക്ട് ചെയ്യും ഇത് കുട്ടി പുറത്തുനിന്നുള്ളൊരു ഫാക്ടർ ആണ് എന്നുള്ള രീതിയിൽ അതിനെ അറ്റാക്ക് ചെയ്യും. മേ ബി അത് അബോർഷൻ ആവും, ഓർ ഡെലിവറി, അല്ലെങ്കിൽ പിന്നെ ഇതേപോലെ വൈകല്യങ്ങൾ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ മോൻ പറഞ്ഞ കേസിൽ 2 കുട്ടികൾക്ക് സെയിം ഇതായിരുന്നോ? അതെ, 2 പേർക്കും അങ്ങനെയായിരുന്നു. പിന്നെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അവർക്ക് എന്തോ ഒരു ഇഞ്ചക്ഷൻ എടുക്കേണ്ടിയുണ്ടായിരുന്നു. അത് ഒരാൾക്ക് എടുത്തു, ഒരാൾക്ക് എടുത്തില്ലെന്നാ പറഞ്ഞേ. പക്ഷെ 2 പേർക്കും സെയിം ഇത് തന്നെ വന്നു. കുട്ടിക്ക് എടുത്തില്ല, രണ്ടാമത്തെ കുട്ടിക്ക് എടുത്തു. അപ്പൊ ആ കുട്ടിന് ഇച്ചിരി കുറവുണ്ട്, മൂത്ത കുട്ടിക്ക് നല്ല പോലെ ഉണ്ട്. 2 പേർക്ക് അറിയോ? 2 പേർക്കും അതെ. എനിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഡെലിവറിയിലും. എനിക്ക് നെഗറ്റീവ് ആണ്, ഞാൻ നെഗറ്റീവ് ആണ്, ഹസ്ബൻഡ് പോസിറ്റീവ് ആണ്. അപ്പം ഫസ്റ്റ് ചൈൽഡിന് ഇതുപോലെ പ്രഗ്നന്റ് ആയിരുന്ന ടൈമില് നമുക്ക് വാക്സിനേഷൻ ഉണ്ട്, ഇതിന് വേണ്ടിയിട്ട് ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. അപ്പൊ അത് എടുത്തായിരുന്നു. അപ്പൊ അതുകൊണ്ട് മോന് പ്രശ്നമൊന്നും ഉണ്ടായില്ല. സെക്കൻഡ് ടൈമില് പിന്നെ മോൻ എന്റെ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണ് വന്നത്, നെഗറ്റീവ് തന്നെയാണ് വന്നത്. മോൻ പോസിറ്റീവ് ആണെങ്കിൽ വീണ്ടും ഇഞ്ചക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ മോൻ എന്റെ സെയിം തന്നെയാണ് വന്നത്. ഓപ്പോസിറ്റ് ബ്ലഡ് ഗ്രൂപ്പ് വന്നാലാണ് ആ ഒരു കോംപ്ലിക്കേഷൻ കൂടുതലായിട്ട് വരുന്നത്. നമുക്കൊരു പ്രതീക്ഷയില്ലല്ലോ, കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് സെയിം ആണെങ്കിൽ നമുക്ക് ആ കോംപ്ലിക്കേഷൻ അഫക്ട് ചെയ്യില്ല, വേറെ ഡിസബിലിറ്റീസ് അങ്ങനെ വരില്ല. ഇപ്പൊ മോൻ പറഞ്ഞ കേസിൽ ബേബി ആ കുട്ടിക്ക് ഇതിന് മുമ്പ് വല്ല അബോർഷൻസ് സംഭവിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കും ആ ഒരു ആന്റിബോഡി നേരത്തെ ആ ശരീരത്തിലുള്ളത്. അതുകൊണ്ടാണ് 2 കുട്ടികൾക്കും അത് അഫക്ട് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അസീന. ശരി, അങ്ങനെ ആവാം. കാരണം 2 കുട്ടികൾക്ക് സെയിം ഡിഫക്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ കുട്ടിക്ക് കുഴപ്പമുണ്ടാവില്ല എന്ന് ഞാൻ വായിച്ചതിൽ എനിക്ക് ഓർമ്മ. ആദ്യത്തെ കുട്ടിക്ക് നല്ലപോലെ ഉണ്ട്. എന്താ നോക്കാം നമുക്ക്. ഇനി ഹിയറിംഗ് ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികൾ വരാനായിട്ട്, അല്ലെങ്കിൽ ഹിയറിംഗ് ഇമ്പയർമെന്റ് വരാനുള്ള കാരണമാണ് പ്രഗ്നൻസിയുടെ സമയത്ത് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അമ്മയുടെ ഹെൽത്ത് നോക്കണം. ഇപ്പോ ചില പാരന്റ്സ് അല്ലെങ്കിൽ എന്താ പറയാ സ്മോക്കിംഗ് ഉണ്ടല്ലോ, അമ്മമാര് തന്നെ സ്മോക്ക് ചെയ്യണമെന്നില്ല, അച്ഛന്മാര് സ്മോക്ക് ചെയ്യുമ്പോൾ പാസീവ് സ്മോക്കിംഗ് എന്ന് പറയും. അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻടേക്ക് ചെയ്യുന്നുണ്ട്. പ്രഗ്നന്റ് ആയിരിക്കുന്ന വുമൻസ് അത് ഇൻടേക്ക് ചെയ്യുകയാണെങ്കിൽ മേ ബി ഡിസബിലിറ്റി വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതേപോലെ ആൽക്കഹോളിക് ഇൻടേക്ക്, ആൽക്കഹോളോ
പിന്നെ ഡ്രഗ്സോ പ്രഗ്നന്റ് ആയിരിക്കുന്ന വുമൻസ് എടുക്കുകയാണെങ്കിൽ മേ ബി കുട്ടികൾക്ക് ഡിസേബിലിറ്റി വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ ചിൽഡ്രൻസ് വിത്ത് ഹിയറിംഗ് ഇമ്പയർമെന്റ് പറഞ്ഞു കേട്ടോ. റീഡ് ചെയ്യോ ആരെങ്കിലും? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് റീഡ് ചെയ്യും. ഞാൻ റീഡ് ചെയ്യാം. ഓക്കെ, സൗമ്യ റീഡ് ചെയ്തു. Children with hearing impairment. Compensatory of special education is needed for the pupils who are disabled by hearing impairment. Hearing impairment may be of different degrees of gravity. Hence, thus children require different levels of treatment. Hearing disability affects in the state of mind of children in different ways. So they should be given special training. Communication among them normally takes place in 3 ways: through actions, lips, reading, or healthy combo of both of this. Okay, ma'am. ഓക്കെ, ഹിയറിംഗ് ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികളെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ആ കുട്ടികൾക്ക് നമ്മൾ എന്ത് കൊടുക്കണം? കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ ഓർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ദെൻ ഹിയറിംഗ് ഇമ്പയർമെന്റ് മേ ബി ഡിഫറെന്റ് ഡിഗ്രി ഓഫ് ഗ്രാവിറ്റി. ആ ഡിഗ്രി അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ചെറിയ കുട്ടികൾക്ക് ഹിയറിംഗ് എയ്ഡ് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ചില കുട്ടികൾക്ക് അതിന്റെ ആ ഒരു ഗ്രാവിറ്റി നമുക്ക് അതിൽ ഫിക്സ് ചെയ്യാൻ, ആ ഒരു എന്താ പറയാ, ആ ഒരു ഡിഗ്രി നമുക്ക് അതിൽ ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. ഹെൻസ് ചിൽഡ്രൻസ് സെയിം ട്രീറ്റ്മെന്റ് എല്ലാവർക്കും കിട്ടണമെന്നില്ല. ഡിഫറെന്റ് ലെവൽ ഓഫ് ട്രീറ്റ്മെന്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് കുട്ടികൾക്ക്, ഹിയറിംഗ് ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് കിട്ടുന്നത്. ദെൻ ഹിയറിംഗ് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളുടെ മൈൻഡ്, സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ അത് അഫക്ട് ചെയ്യും. കാരണം നോർമൽ സ്കൂളിലാണ് ആ കുട്ടി പഠിക്കണമെങ്കിൽ അവനെ ഒരുപാട് കളിയാക്കാനും അതേപോലെ തന്നെ ബുള്ളി ചെയ്യാനൊക്കെ ഉള്ള ചാൻസുകൾ കൂടുതലാണ്. എന്ന് വെച്ചാല് ഇങ്ങനെ വേർഡുകളൊക്കെ പറഞ്ഞ് അവർ കളിയാക്കും, അവർ വിഷമിപ്പിക്കും. അതേപോലെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, അവർക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അത് തന്നെ അവരുടെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ അത് അഫക്ട് ചെയ്യാനുള്ള കാര്യമുണ്ട്. കാരണം കമ്മ്യൂണിക്കേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മൾ പറയുന്നത് അവന് മനസ്സിൽ തിരിച്ച് റിപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ലെങ്കിലോ അത് കേൾക്കാത്തതുകൊണ്ടായിരിക്കും. ചില ഹിയറിംഗ് പ്രോബ്ലംസിൽ കുട്ടിക്ക് സംസാരിക്കാൻ കഴിവുണ്ടാവും, പക്ഷേ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ തിങ്ക് ചെയ്യുന്ന കുട്ടി ഹിയറിംഗ് ലോസ് ആണ്, സംസാരിക്കാൻ അറിഞ്ഞൂടെ. പക്ഷെ പിന്നീടായിരിക്കും ആ കുട്ടിക്ക് എന്താണ് സംസാരിക്കുന്നതിനോട് കുഴപ്പമൊന്നുമില്ല നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ദേ ഷുഡ് ഗീവ് സ്പെഷ്യൽ ട്രെയിനിങ്. അവർക്ക് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കണം. നമ്മള് ഹിയറിംഗ് ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഹിയറിംഗ് ഇമ്പയർമെന്റ് ആയിട്ടുള്ളവര് എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ? ത്രൂ ആക്ഷൻസിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ ന്യൂസിലെ മനോരമയാണോ ഏഷ്യാനെറ്റ് ആണോ എന്ന് അറിഞ്ഞുകൂടാ, ന്യൂസ് ചാനലിൽ ന്യൂസ് റിപ്പോർട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസിന്റെ സമയത്ത് ഒരു എന്താ പറയാ ആക്ഷനിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചാനലാണ് ഓർമ്മയില്ല, കണ്ടിട്ടുണ്ട്. അത് ത്രൂ സൈഡിലായിട്ട് മെയിൻ വാർത്തയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് അത് ആ ഒരു ഇതിൽ കാണിക്കാറുണ്ട്. അപ്പൊ അത് ആർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്? ഹിയറിംഗ് ഇമ്പയർമെന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹിയറിംഗ് ഇമ്പയർമെന്റ് ആയിട്ടുള്ള ആൾക്കാർ ത്രൂ ആക്ഷനിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അവർ ആക്ഷൻസിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ലിപ് റീഡിംഗ് ഇല്ലേ, നമ്മൾ സംസാരിക്കുന്ന ലിപ്സ് റീഡ് ചെയ്തിട്ട് അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. രണ്ട്, ഹെൽത്തി കോംബോ ഓഫ് ബോത്ത് ഓഫ് ദീസ്. ഈ രണ്ടിന്റെയും ഹെൽത്തി കോംബോയിലൂടെയും എന്ത് ചെയ്യുന്നുണ്ട്? കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹിയറിംഗ് ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് എന്താണ് ഈ ഒരു പ്രശ്നം, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അവര് ഏതൊക്കെ മെത്തേഡിലൂടെയാണ് അവര് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതെന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നോക്കണം. ഓക്കെ, ദെൻ ഞാൻ ബ്ലഡ് ഗ്രൂപ്പ് കോംപ്ലിക്കേഷൻ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതേപോലെ തന്നെ പ്രഗ്നൻസിയുടെ സമയത്ത് അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ കുട്ടിക്ക് ഹിയറിംഗ് പ്രോബ്ലംസ് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതേപോലെ ഡെലിവറിയുടെ സമയത്ത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലും ഹിയറിംഗ് പ്രോബ്ലംസ് പിന്നീട് വന്നതായിട്ട് കാണുന്നുണ്ട്. അറ്റ് ബർത്തില് നോർമൽ വെയിറ്റിനേക്കാളും കുറവാണ് കുട്ടിക്ക്. ഒരു 1 kg 200 ഗ്രാംസിൽ കുറവാണെങ്കിൽ പ്രീമെച്യൂർ ആയിട്ടുള്ള ബർത്തിലൊക്കെ ഹിയറിംഗ് പ്രോബ്ലം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ മാം, എന്തൊക്കെ അസുഖങ്ങൾ വന്നാലോ മാം അങ്ങനെ അമ്മയ്ക്ക് എന്തൊക്കെ അസുഖങ്ങൾ വന്നാലാണ് കുട്ടിക്ക് അങ്ങനെ വരുന്നത്? മീസിൽസ് വരാറ് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മീസിൽസ്
ഓക്കെ. അപ്പോ നമ്മളതുകൊണ്ടാണ് പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻസിനെ കുറച്ചും കൂടി കൂടുതൽ കെയർ ചെയ്യുന്നത്. അപ്പോ ഇപ്പോ കൊറോണ ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻസിനോട് നമ്മൾ മാക്സിമം പുറത്തോട്ട് പോകരുത്, കൂടുതൽ കെയർ കൊടുക്കേണ്ട ടൈമാണ്. നമ്മൾ ചിൽഡ്രൻസ് വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റീസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫിസിക്കൽ ഡിസബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോക്കോമോട്ടോർ ഡിസബിലിറ്റി ആണ്. അവർക്ക് ഫ്രീ ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനബിലിറ്റി ടു മൂവ്, ബോഡി പാർട്സ് ഫ്രീലി, അവർക്ക് അവരുടെ ബോഡി പാർട്സ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ഡ്യൂ ടു എന്തൊക്കെകൊണ്ടായിരിക്കും, മേ ബി ഇൻജുറീസോ ആക്സിഡൻസോ കാരണം, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ പോലും ആയിരിക്കും അവർക്ക് ഈ ഒരു ഡിസബിലിറ്റി വരാനായിട്ടുള്ള കാരണം. ലോക്കോമോട്ടോർ ഡിസബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേ ബി എന്തെങ്കിലും അസുഖങ്ങൾ മൂലം എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്, ഡിസബിലിറ്റീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ കേരളത്തിൽ പറയുകയാണെങ്കിൽ എൻഡോസൾഫാൻ ദുരന്തം ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? എൻഡോസൾഫാൻ ദുരന്തം മൂലം ഒരുപാട് വ്യക്തികൾക്ക്, ജനിക്കാനിരിക്കുന്ന ഒരുപാട് കുട്ടികൾക്ക് ഇതേപോലത്തെ ഫിസിക്കൽ ഡിസബിലിറ്റീസ് വന്നതായിട്ട് നമ്മൾ വായിച്ചിട്ടില്ലേ? അങ്ങനെയും എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്, ഫിസിക്കൽ ഡിസബിലിറ്റീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ നമ്മുടെ ബോഡി പാർട്സുകൾ നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് ബാധിച്ചു വരാം. കാരണം നമുക്ക് വിചാരിക്കുന്നിടത്തേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാനും മൂവ് ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടിയുടെ കാര്യം, അവർക്കൊന്ന് മൂവ് ചെയ്യണമെങ്കിൽ വിത്ത് അവർക്ക് എന്ത് വേണം, സപ്പോർട്ട് വേണം, മറ്റൊരാളുടെ സപ്പോർട്ട് വേണം. സോ അങ്ങനെയുള്ളൊരു കുട്ടി നമ്മുടെ ക്ലാസ്സിലുണ്ട്, അല്ലെങ്കിൽ നമ്മൾ സ്കൂളിലേക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട അറേഞ്ച്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഉത്തരവാദിത്തം ആർക്കാണ്? നിങ്ങൾ ഓരോ ടീച്ചേഴ്സിനും നമ്മൾ ഓരോരുത്തർക്കാണ്. അപ്പൊ അവർക്ക് വേണ്ട അറേഞ്ച്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യാം. മേ ബി അവർ വീൽ ചെയർ അല്ലെങ്കിൽ എന്തായിരിക്കും അവർക്ക് വേണ്ട എയ്ഡ്സുകൾ, വോക്കർ ആയിരിക്കും, എന്താണോ അവർക്ക് വേണ്ടത് അപ്പൊ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരു 8th പഠിക്കുന്ന സമയത്ത് എന്റെ സ്കൂളിലേക്ക് ഒരു കുട്ടി മാറി വരാണ്. 8th ആവുമ്പോൾ നമ്മൾ കുറെ കുട്ടികൾ വരില്ലേ. ഞാൻ ഹൈസ്കൂളായിരുന്നു, ഹയർ സെക്കൻഡറി കോളേജ് സ്കൂളാണ്. അപ്പോ ഞങ്ങളുടെ സ്കൂളിലേക്ക് കുറച്ച് കുട്ടികൾ വരും. അപ്പോ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ പുതിയ കുട്ടികൾ വന്നു, ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഞങ്ങളുടെ മിസ് വന്നിട്ട് പറഞ്ഞു, നിങ്ങളോട് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ട്. പഠിപ്പിക്കാനാണെന്ന് വിചാരിച്ച് ഞങ്ങൾ ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്. പക്ഷെ മിസ് വന്നു ഒരു കാര്യം പറയാനാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര സന്തോഷം. ഞങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുകയാണ്. നമ്മുടെ ക്ലാസ്സിലേക്ക് പുതിയതായിട്ട് ഒരു കുട്ടി ജോയിൻ ചെയ്യുന്നുണ്ട്. ആ കുട്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരും ആ കുട്ടിയെ എന്ത് ചെയ്യാൻ പാടില്ല, കളിയാക്കാൻ പാടില്ല. ഈ കുട്ടി കഴിഞ്ഞ കൊല്ലം വേറൊരു സ്കൂളിൽ പോയിട്ട് ജോയിൻ ചെയ്തതാണ്. കുറെ അവിടെ ഉള്ള കുട്ടികളെ കുട്ടീനെ അവോയ്ഡ് ചെയ്യുകയും ഒറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തപ്പോ ആ കുട്ടി പിന്നെ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് പഠിത്തം നിർത്തിയതാണ്. വീണ്ടും ആ കുട്ടിയുടെ അമ്മയുടെ നിർബന്ധപ്രകാരമാണ് വീണ്ടും പഠിക്കാനായിട്ട് തീരുമാനിച്ച് നമ്മൾ സ്കൂളിലേക്ക് വരുന്നത്. നിങ്ങൾ ഒരു കാരണവശാലും ആ കുട്ടീനെ എന്ത് ചെയ്യാൻ പാടില്ല, കളിയാക്കാനോ ഒന്നും പാടില്ല എന്ന് ഞങ്ങളെ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു. വാങ്ങിച്ചിട്ട് ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. കാരണം സാധാരണ കുട്ടികളാണല്ലോ, 8th പഠിക്കുമ്പോൾ കുറച്ച് ഭയങ്കര കുട്ടികളാ. അപ്പൊ നമ്മളൊന്നും ആലോചിച്ച് എന്താണ് ഇങ്ങനെ പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞ് ഒരു പിറ്റേ ദിവസമൊക്കെ ആയിട്ട് തന്നെ ഞങ്ങളുടെ അവിടെ കുറെ മെയിൻ്റെനൻസ് വർക്ക് നടക്കാണ്. ഞങ്ങൾക്ക് ഒരു 5 സ്റ്റെപ്പ് കയറിയിട്ട് വേണം ഞങ്ങളുടെ ക്ലാസ്. സോ ഞങ്ങൾ സൈഡിൽ നിന്ന് സ്റ്റെപ്പ് പൊളിച്ചിട്ട് അവിടെ സ്ലോപ്പ് ആക്കി, സ്ലോപ്പ് പോലെ ആക്കി. അത് കഴിഞ്ഞ് ഒരാഴ്ചയും കൂടി കഴിഞ്ഞിട്ടാണ് ഈ കുട്ടി ആദ്യമായിട്ട് വരുന്നത്. വരുമ്പോ അവൾ ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നത് അമ്മയുടെ കൂടെ വീൽ ചെയർ എടുത്ത് വീൽ ചെയറിലേക്ക് ഇരുത്തി ആണ് ക്ലാസ്സിലേക്ക് കൊണ്ടുവരുന്നത്. എല്ലാവരും പേടിച്ചിട്ട് എല്ലാവരും നോക്കുന്നുണ്ട്. അത് കണ്ടപ്പോ അവർക്ക് എന്തോ ഒരു പേടി തോന്നി. അവൾ വന്ന് ഫസ്റ്റ് ഫ്രണ്ട് ബെഞ്ചിലാണ് ഇരുന്നത്. ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുകയല്ല ചെയ്തത്, വീൽ ചെയറിൽ തന്നെയാണ് ഡെസ്ക് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോ എല്ലാവർക്കും പേടിയായിരുന്നു ആദ്യം അവളുടെ അടുത്തേക്ക് പോകാനായിട്ട്. ഞങ്ങൾക്ക് കുറച്ച് ഒരു ഗ്യാപ്പ് ഒക്കെ ഇട്ടാൻ നിന്നത്. കാരണം ടീച്ചർ വഴക്ക് പറയും, ഞങ്ങൾ എങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ വഴക്ക് പറയുന്നുള്ള പേടി. പിന്നീട് ഞങ്ങള് സംസാരിച്ചൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോ കുഴപ്പമൊന്നുമില്ല, നല്ല കമ്പനി ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് പ്ലേ ടൈമിലൊക്കെ ഞങ്ങൾ വരാന്തയുണ്ട്, വലിയ വരാന്തകളാണ്. അപ്പൊ വരാന്തയിലൊക്കെ കൊണ്ടുവന്ന് നിർത്തും, ഞങ്ങളൊക്കെ പോയി കളിക്കും. ആള് കുഴപ്പമൊന്നുമില്ല. പിന്നെ അതേപോലെ കൂടുതൽ ടൈമും അവർക്ക് വേണ്ടിയിട്ട് ഒരു റൂം ഉണ്ടായിരുന്നു, സ്പെഷ്യലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു റൂമുണ്ട്. അവിടെ ആയിരിക്കും ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ക്ലാസ് ടൈമിൽ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നു. നല്ല കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ സ്കൂളിൽ അവള് 10th വരെ ഉണ്ടായിരുന്നു കേട്ടോ.
10th കഴിഞ്ഞിട്ട് പിന്നെ കോണ്ടാക്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ റീയൂണിയൻ ഉണ്ടായിരുന്നു, 10th എല്ലാവരും കൂടെ ഒരുമിച്ച് റീയൂണിയൻ ഉണ്ടായിരുന്നു. അപ്പോഴാണ് അറിഞ്ഞത് അവൾക്ക് 10th കഴിഞ്ഞ് +2 കഴിഞ്ഞു ഡിഗ്രിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഡിഗ്രി കഴിഞ്ഞ് പിന്നെ PSC കോച്ചിങ്ങിനാണ് പോയത്. ദെൻ ആൾക്ക് ജോലി കിട്ടി, ഇപ്പൊ ഗവൺമെന്റ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അന്ന് ആ കുട്ടി ആ പഠിത്തം നിർത്തിയിരുന്നെങ്കിൽ, അവിടെ വെച്ച് സ്റ്റോപ്പ് ആക്കിയിരുന്നെങ്കിൽ അവിടെ എന്താ പറയാ ആ ഒരു ഫ്യൂച്ചർ എന്താവും? അതല്ല ടീച്ചേഴ്സിന്റെയും അവളുടെ പാരന്റ് എന്ന് പറഞ്ഞാല് അമ്മയുടെ ഭയങ്കര സപ്പോർട്ട് ഉണ്ട്. കാരണം കുട്ടിക്ക് വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞ സമയത്ത് ഡെലിവറി കഴിഞ്ഞ സമയത്ത് അച്ഛൻ ഉപേക്ഷിച്ച് പോയതാണ്. ആ അമ്മ അവൾക്ക് വേണ്ടിയിട്ട് അവളുടെ ലൈഫ് ഫുള്ള് അവളുടെ ലൈഫിന് വേണ്ടിയിട്ട് ആണ് അമ്മയുടെ ആ ഒരു ജീവിതം മൊത്തം. ഇപ്പോഴും കൂടി ഉണ്ട് ആള്. അപ്പൊ ഇതാണ് ആ ഒരു അമ്മയുടെ ഒരു ഇതാണ്, ഒരു എന്താ പറയാ സ്നേഹത്തിന്റെ ഇതായിട്ടാണ് ആൾക്ക് നല്ല ജോലി, നല്ലൊരു ഭാവിയും കിട്ടിയത്. നമ്മൾ സ്കൂളിൽ തന്നെ പഠിച്ചത് ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമുണ്ട് കേട്ടോ ആളെ കുറിച്ച്. അതിന് സാധാരണ ഡിസബിലിറ്റി ഉള്ള ആളാണെന്ന് വിചാരിച്ച് നമ്മളെല്ലാവരും മാറ്റിയില്ലേ നിർത്താം. അങ്ങനെയല്ല ചെയ്യേണ്ടത്, അവർ മുന്നോട്ട് വരുന്നതാണ്. ഓക്കെ, നല്ല ഐക്യമുള്ള കുട്ടിയാണ്. അത് ഞങ്ങൾ 10th എക്സാമിന്റെ റിസൾട്ട് വന്ന് പറഞ്ഞു. കാരണം ആൾക്ക് ഇപ്പോൾ 7A+ അടുപ്പിച്ച് മാർക്കൊക്കെ ഉണ്ട്. സ്ക്രൈബ് ഒന്നും അല്ല എഴുതിയിട്ടാ, പക്ഷെ നമ്മള് വേറൊരാളെ എഴുതി കൊടുക്കില്ല, അങ്ങനെ നല്ല സ്വന്തമായിട്ട് തന്നെ എഴുതി വാങ്ങിച്ച മാർക്കാണ്. അവൾ പറഞ്ഞു സ്ക്രൈബ് വേണോ അവൾക്ക്, പക്ഷെ അരക്ക് കീബോർഡാണ് കളഞ്ഞിരിക്കുന്നത്. പക്ഷെ ടീച്ചേഴ്സ് ചോദിച്ചു സ്ക്രൈബ് ആരെങ്കിലും വേണോ, അതിന് വേണമെങ്കിൽ ഞങ്ങൾ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു. ജൂനിയേഴ്സോ അല്ലെങ്കിൽ സീനിയേഴ്സ് ആരെങ്കിലും അറേഞ്ച് ചെയ്ത് തരാൻ നമുക്ക്. അവള് വേണ്ട, ഞാൻ തന്നെ എക്സാം എഴുതിക്കോളാം എന്ന് പറഞ്ഞിട്ട് ആള് ഞാൻ പാസ്സായ സമയത്ത് 7A+ ആയിരുന്നു 10th. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. കാരണം എല്ലാവരും മാറ്റി നിർത്തുന്നതല്ലേ, അല്ലെങ്കിൽ അവളുടെ അച്ഛൻ തന്നെ അവളെ ഉപേക്ഷിച്ചു പോയതല്ലേ. പക്ഷെ ജീവിതത്തിൽ വിജയിക്കാനായിട്ട് ഈ ഡിസബിലിറ്റീസ് ഒന്നും ഒരു തടസ്സമല്ല. അതേപോലെ ഒരുപാട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളുടെ സ്റ്റോറീസ് നമുക്കറിയാം അല്ലെ, അറിഞ്ഞൂടെ? ഡിസബിലിറ്റീസ് വന്നിട്ട് പോലും അത് മറികടന്ന് വന്നിട്ടുള്ള ഒരുപാട് വ്യക്തികളുടെ സ്റ്റോറീസ്. ഓക്കെ, വേറൊരാള്, വേറെ ആരെങ്കിലും? ഓക്കെ ഓക്കെ, വേറെ ഹെലൻ കെല്ലറിനെ കുറിച്ച് അറിയോ? അറിയാം. ഈ രണ്ടുപേരെ കുറിച്ചിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു ചെറിയൊരു പോർഷൻ പ്രിപ്പയർ ചെയ്ത് വരോ? ഓക്കെ, അത് ഞാൻ ടോപ്പിക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമല്ലോ. നിൽക്കട്ടാ, സ്റ്റീഫൻ ഹോക്കിൻസിനെ കുറിച്ച് ആരാ പ്രിപ്പയർ ചെയ്യുന്നേ? രണ്ടുപേര് പറഞ്ഞു കേട്ടോ. സെമിനാർ ആണോ? ഓക്കെ, കഴിഞ്ഞ സെമിനാർ എടുക്കാത്തവരായിരിക്കും കേട്ടോ. മാർക്ക് എന്ത് ചെയ്യാനാണ്? എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആബ്സെന്റ് ആയിരുന്നു, അപ്പൊ ഞാൻ പ്രിപ്പയർ ചെയ്ത് വന്ന അപ്പൊ ഹെലൻ കെല്ലറിന്റെ ഞാൻ പറയാം. ഓക്കെ, ഹെലൻ കെല്ലറിന്റെ മോനാണ്. ഓക്കെ, രണ്ടുപേര് പറയാട്ടോ. അശ്വതി ദേവ്. അശ്വതി ദേവിന്റെ എഴുതിയിട്ടുണ്ട് കേട്ടോ. സഞ്ജന മോൻ ആരെ കുറിച്ച് പറയുന്നേ? സ്റ്റീഫൻ ഹോക്കിൻസ് പറയാം. ഓക്കെ, ഹെലൻ കെല്ലറിനെ കുറിച്ച് ലവ്ലി ഡിഗോൾ. ശ്രുതി സുരേഷ്. ശ്രുതി. പിന്നില്ലേടാ ഭോപ്പാൽ ദുരന്തം അറിയോ? ഭോപ്പാൽ കേട്ടിട്ടുണ്ട്. അതിനെ കുറിച്ച് ആര് പ്രിപ്പയർ ചെയ്തിട്ട് വരും? ഇംഗ്ലീഷിലും വേണം. ഞാനും പറയാം. ഓക്കെ, രണ്ടുപേര്. ഇപ്പൊ പറഞ്ഞ സെമിനാർ, മൂന്നാമത് പറഞ്ഞ സെമിനാർ ഏതാ മിസ്സേ? ഭോപ്പാൽ ദുരന്തം. ഭോപ്പാൽ ദുരന്തം. എക്ടോസൾഫാൻ. ഞാൻ പറയാം മിസ്സേ. ഓക്കെ, പേരെന്താടാ? റൈഹാന. റെയ്ഹാന. റെയ്ഹാന. എൻഡോസൾഫാനെ കുറിച്ച് ഒരാൾ കൂടി പറയാം. ഞാൻ പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലല്ലോ? ഇല്ല മിസ്. ഓക്കെ, ഞാൻ പറയാം. ഭോപ്പാൽ ദുരന്തത്തെ കുറിച്ച് സിൻസി, മുൻസീറ. സ്റ്റീഫൻ ഹോക്കിൻസ് കുറിച്ച് അശ്വതി ദേവ്, സഞ്ജന. എൻഡോസൾഫാൻ കേൾക്കുന്നില്ലല്ലോ.
കട്ടായി തോന്നുന്നു. ഹലോ മാം. രണ്ടാമത് പറഞ്ഞ അസൈൻമെന്റ് ഏതായിരുന്നു? ഹെലൻ കെല്ലർ കഴിഞ്ഞിട്ട് പറഞ്ഞത് ഭോപ്പാൽ ട്രാജഡി അല്ലേ? ഭോപ്പാൽ തുരങ്കം. ഭോപ്പാലല്ല, അതിന് മുമ്പ് സ്റ്റീഫൻ എന്തോ സ്റ്റീഫൻ മെസ്സേജിൽ ഇട്ടുണ്ടല്ലോ. മെസ്സേജിലുണ്ട് സ്റ്റീഫൻ ഹോക്കിൻസ്. ജസ്റ്റ് 1 minute. കണ്ടു. മഴ ഇവിടെ പെരുമഴയടാ. ഭോപ്പാൽ അതായിരുന്നു പറഞ്ഞിരുന്നത്. റെക്കോർഡിംഗ് ആണേ. എൻഡോസൾഫാൻ വേറെ ആരാണ് എടുത്തത്? ഞാൻ എടുത്തായിരുന്നു, റൈഹാന. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം മാം. യെസ് മാം. ഓക്കെ, എനിക്കൊരു ഇൻഫർമേഷൻ നിങ്ങളോട് പറയാനുണ്ട് കേട്ടോ. നമ്മള് മേ ബി ടെക്നിക്കൽ റീസൺ കാരണം മേ ബി എങ്ങനെ ബ്രേക്ക് ആവാണ്. അപ്പം എന്താ പറയാ, റേഞ്ചിന്റെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് റെക്കോർഡ് ക്ലാസ് ആണ്, എല്ലാവരും അത് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോ സൈലൻസ്. ഓക്കെ, മെസ്സേജ് അയച്ചോ, മെസ്സേജ് സ്റ്റാർട്ട് ചെയ്തോ, അത് കുഴപ്പമില്ല, റെക്കോർഡിൽ കാണില്ല കേട്ടോ. മിസ്സേ, ഭോപ്പാൽ ദുരന്തം നെയിം പറഞ്ഞ തൻസീറ എന്നാണേ. എന്തോ ഒരു തൻസീറ. ഭോപ്പാൽ ദുരന്തം പറയാന്ന് പറഞ്ഞ രണ്ടാമത്തെ പേര് തൻസീറ. അതാണ് മിസ് എന്തോ മോനല്ലേ പറഞ്ഞത്? തൻസീറ എന്നാ മിസ് എന്തോ ഇത് ഇതായിട്ടെന്ന് പറഞ്ഞു. ഇതിലുള്ള പേരെന്നെ എഴുതിയിരിക്കണം, തൻസീറ അല്ലെ? സീറ. അതെ. ഓക്കേടാ. അപ്പൊ നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്ന ചിൽഡ്രൻസ് വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റീസ് ആണ് കേട്ടോ. ഒന്ന് ആരെങ്കിലും ഒരാളെ റീഡ് ചെയ്യോ? ഞാൻ ചെയ്യാം. ആരാണ് സർ റീഡ് ചെയ്തോ? There are children with various types of physical handicaps. Some of the physical abnormalities are congenital or the result of fetal diseases. These can also occur due to nutritional deficiencies or accidents. These types of disabilities affects different parts of the body, so they affect the normal life of the individual. What they accept from society is a sympathetic, helpful and supporting response. Teachers and the whole system of education have to get their mental state and accept essential steps for responding to their needs favorably. All children with physical deformities or handicaps do not require the same type of compensatory treatments. It changes according to the needs. Thank you, ma'am. ഓക്കെ, ഫിസിക്കൽ ഡിസബിലിറ്റീസ് എന്ന് പറയുമ്പോ ഡിസബിലിറ്റീസ് എന്ന് തന്നെ പറയാൻ പാടില്ല, സ്പെഷ്യലി ഏബിൾഡ് എന്നാക്കിക്കോ കേട്ടോ. ഈ ഡിസബിലിറ്റിന്റെ ഫിസിക്കലി ഡിസബിലിറ്റീസ് എന്ന് പറയുന്നത് നമ്മള് ഈ എന്താ പറയാ, സ്പെഷ്യലി ഏബിൾഡ് എന്ന് യൂസ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ ഡിഫറെന്റ്ലി ഏബിൾഡ്, സ്പെഷ്യലി ഏബിൾഡ് എന്ന് യൂസ് ചെയ്യാം കേട്ടോ. ഡിസബിലിറ്റി എന്നുള്ള വേർഡ് യൂസ് ചെയ്യണ്ട കേട്ടോ, നിങ്ങൾ യൂസ് ചെയ്തത്. There are children with various types. നമുക്കറിയാം ഒരുപാട് ടൈപ്സ് ഓഫ്
ഫിസിക്കൽ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള വ്യക്തികളുണ്ടാവും. മേ ബി ബോഡി ഫുള്ളി പാരലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, ഓർ മേ ബി പാർഷ്യൽ ആയിട്ട് ഡിസബിലിറ്റീസ് വന്ന വ്യക്തികളുണ്ടാവും. അപ്പോൾ ഡിസബിലിറ്റീസ് ഓരോ വ്യക്തിക്കും ഡിഫറെന്റ് ആയിരിക്കും. ഫിസിക്കൽ അബ്നോർമാലിറ്റീസ് മേ ബി പ്രശ്നങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചാല് നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് മേ ബി ഡ്യൂ ടു സം ആക്സിഡൻസ് ഒക്കെ മൂലം തന്നെ നമുക്ക് ഫിസിക്കൽ ഡിസബിലിറ്റീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ പ്രഗ്നന്റ് ആയിരിക്കുന്ന വുമൻസ് മേ ബി ആക്സിഡൻസ് പണ്ടിട്ടാവും. പണ്ട് നമുക്ക് സ്കാൻ ഇന്ന് നമ്മൾ ചെയ്യുന്ന പോലെ സ്കാൻ ഒന്നും അത്ര എഫക്റ്റീവ് ആയിട്ടുള്ള ടൈം അല്ലായിരുന്നു. പക്ഷെ നമുക്ക് ആ സമയങ്ങളിൽ എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മേ ബി ഫിസിക്കൽ ഡിസബിലിറ്റീസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ന്യൂട്രീഷ്യൽ ഡെഫിഷ്യൻസി കാരണം ഫിസിക്കൽ ഡിസബിലിറ്റീസ് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ അട്ടപ്പാടി ആ ഒരു ഏരിയയിലേക്കൊക്കെ പോവില്ലേ, അപ്പൊ അവിടെ ന്യൂട്രീഷ്യൽ ഡെഫിഷ്യൻസി കാരണം പണ്ട് ഒരുപാട് കുട്ടികൾ ജനിക്കുന്ന കുട്ടികൾക്കൊക്കെ ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ വായിച്ചിട്ടൊക്കെ ഉണ്ടാവുമല്ലോ ന്യൂസിലൊക്കെ ഇല്ലേ. അതേപോലെ ജനിച്ച ഉടനെ നവജാത ശിശു മരിച്ചു, അങ്ങനെയൊക്കെ ഒരുപാട് നമ്മൾ ന്യൂസുകൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി മൂലം ഫിസിക്കൽ ഡിസബിലിറ്റീസ് വരാം, ഡ്യൂ ടു ആക്സിഡൻസ് മൂലം വരാം. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ഡിഫറെന്റ് ബോഡി പാർട്സിനെയാണ് അത് അഫക്ട് ചെയ്യുന്നത്. ഒരു വ്യക്തിയുടെ നോർമൽ ലൈഫിനെ അത് അഫക്ട് ചെയ്യുന്നുണ്ട്. ഒരു ഇൻഡിവിജ്വലിന്റെ നോർമൽ ലൈഫിനെ അത് അഫക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് സൊസൈറ്റിക്കൽ നമുക്ക് അവരോട് എങ്ങനെ അത് പ്രകടിപ്പിക്കാൻ പറ്റും? ഒരു സിമ്പത്തറ്റിക് ആയിട്ടുള്ള ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള സപ്പോർട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. അല്ലാതെ അവരെ വിഷമിപ്പിക്കല്ല നമ്മൾ ചെയ്യുന്നത്. ഞങ്ങളുടെ ടീച്ചർ നല്ല രീതിയിൽ അത് ഉപദേശിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ആ കുട്ടീനെ ഉപദേശിച്ചു, പിന്നെ ഞങ്ങൾക്കത് മനസ്സിലാക്കി തന്നു. അപ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള സപ്പോർട്ടീവ് ആയിട്ട് സിമ്പത്തറ്റിക്കോട് കൂടിയുള്ള ഒരു മൈൻഡിലൂടെയാണ് അവളെ ഞങ്ങൾ കണ്ടത്. Okay, teachers and whole system of education have to get their mental state and accept essential steps for responding to their needs favorably. അപ്പൊ നമ്മുടെ ടീച്ചേഴ്സ് അതേപോലെ തന്നെ ഹോൾ എഡ്യൂക്കേഷൻ സിസ്റ്റം അവരുടെ മെന്റൽ സ്റ്റേറ്റ് വെച്ചിട്ടാ. ഓക്കെ കേട്ടോ, മെന്റൽ സ്റ്റേറ്റിനെ അത് അഫക്ട് ചെയ്യാത്ത രീതിയിൽ വേണം നമ്മൾ അവരോട് റെസ്പോണ്ട് ചെയ്യാൻ. അവരുടെ നീഡ്സുകൾ ഉണ്ട്, അവരുടെ സ്പെഷ്യലായിട്ട് നീഡ്സ് ഉണ്ടാവും, അതൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് പെരുമാറണം. All children with special physical deformities or handicap do not require same type of compensatory treatment. എല്ലാ കുട്ടികൾക്കും സെയിം ടൈപ്പ് ഓഫ് കോമ്പൻസേറ്ററി ട്രീറ്റ്മെന്റ് വേണമെന്നില്ല. ഇത് ചേഞ്ച് അക്കോർഡിംഗ് ടു ദർ നീഡ്. അവരുടെ നീഡിനനുസരിച്ച് അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. നിങ്ങള് ഈ ഇടയ്ക്ക് നമ്മൾ കൂടുതലായിട്ട് കേട്ടിട്ടുള്ള ഒരു വൈകല്യം, ഒരു ഡിസബിലിറ്റീസ് ആണ് പഠന വൈകല്യം എന്ന് കേട്ടിട്ടുണ്ടോ? ഈ ഇടയ്ക്ക് എന്ന് വെച്ചാല് ഞാൻ എന്താ പറയാ, ഒരു കുട്ടി ഉണ്ടാവും, ഒരു 10th പാസ്സായ ഒരു കുട്ടി എന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ ആ കുട്ടി കൊമേഴ്സിന് അത്യാവശ്യം 10th അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പാസ്സായി. പക്ഷെ ഈ കൊറോണയുടെ ടൈമിലാണ് ആ കുട്ടി പാസ്സായത്, അതുകൊണ്ടാണോ അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ വന്നപ്പോ എന്നോട് അവരുടെ പേര് ചോദിച്ചു എഴുതാൻ പറഞ്ഞു. അത് ആ പേര് പോലും എഴുതാൻ അറിയാത്ത കുട്ടിയായിരുന്നു. അപ്പൊ തന്നെ എനിക്ക് ഞാൻ മാക്സിമം ട്രൈ ചെയ്തു, അക്ഷരങ്ങളൊക്കെ പഠിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ എന്ത് ചെയ്തിട്ടും ഒരു രക്ഷയില്ല. 10th കഴിഞ്ഞ കുട്ടിയാണ്, SSLC കഴിഞ്ഞ ഒരു കുട്ടിയാണ്. നമ്മൾ വീണ്ടും ആദ്യം മുതൽ അക്ഷരങ്ങൾ പഠിപ്പിക്കാം. മലയാളം മീഡിയം വന്നാണ്, എന്നിട്ട് പോലും അവരുടെ സ്വന്തം പേര് എഴുതാൻ അറിഞ്ഞുണ്ടാവും. അപ്പോ ഈ പഠന വൈകല്യം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഡിസബിലിറ്റി അല്ലേ? അതെ, ഡിസ്ലെക്സിയ. ഓക്കെ, അപ്പൊ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഒരു കുട്ടിക്ക് അത് പ്രസന്റ് ചെയ്യും, നല്ല രീതിയിൽ അത് പ്രിപ്പയർ ചെയ്ത് വരണം. പഠന വൈകല്യത്തെ കുറിച്ചിട്ട് ആരെങ്കിലും റെഡിയാണോ? എല്ലാവരും ചെയ്യണം കേട്ടോ. കാരണം ഞങ്ങൾ ഈ ഓരോ ആക്ടിവിറ്റീസ് കേട്ടില്ല. പഠന വൈകല്യം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ട ഒരു പ്രോബ്ലം ആണ്. കുട്ടികൾ കണ്ടുവരുന്ന ടൈപ്പ് ഒരു ഡിസബിലിറ്റി ആണ്. അപ്പൊ അതിനെ കുറിച്ചിട്ട് ഒരാൾക്ക് സെമിനാർ എടുക്കാം.
അല്ല മിസ്സേ, ഞാൻ ഈ പഠന വൈകല്യത്തെ കുറിച്ച് എടുക്കട്ടെ. ഭോപ്പാൽ ദുരന്തമാണ് ഞാൻ പറഞ്ഞത്. സിൻസിയാണ്. ഓക്കെ. ആ ആ അപ്പൊ ഭോപ്പാലിനെ കുറിച്ച് വേറെ ആരെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? മാം ഞാൻ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ പേരെന്താണ്? അഫീല. ഈ പഠന വൈകല്യം എല്ലാരും എഴുതണല്ലോ അല്ലെ? പഠന വൈകല്യം എല്ലാവരും എഴുതണം. ഒരാൾ പ്രസന്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ എന്റെ നോട്ട്ബുക്ക് ഇല്ലേ, അസൈൻമെന്റ് ബുക്കിലല്ല, നോട്ട്ബുക്കിൽ എഴുതിയാൽ മതി. ഓക്കെ. അത് സബ്മിറ്റ് ചെയ്യണ്ട കേട്ടോ. ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്യണ്ട. ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്യേണ്ട ആക്ടിവിറ്റി ഞാൻ പറയാം. ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്യണമെന്ന്. ഓക്കെ. അപ്പോ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എന്തിനെ കുറിച്ചിട്ടായിരുന്നു? കോമ്പൻസേറ്ററി എഡ്യൂക്കേഷനെ കുറിച്ചിട്ടാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ or special education. Compulsory education is provided for. Okay. Compulsory education ആർക്കത് പ്രൊവൈഡ് ചെയ്യുന്ന? Children with special needs. Children with special needs are those children who, due to their mental and physical limitation, need extra care and support to reach their maximum potential. So, children who are depressed or physically or society or culture disadvantaged should be given special opportunity to improve their educational accomplishment. Children who need offsetting education at the preschool level are as follows: the children with the visual impairment, the children with the hearing impairment, the children with the physical disabled, mentally retarded children. So we discussed about children with visual impairment. അതിനെ കുറിച്ചിട്ട് നമ്മള് വിഷ്വൽ ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികളെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തു. ദെൻ ഹിയറിംഗ് ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികളെ കുറിച്ച് പറഞ്ഞു. ദെൻ ആൻഡ് ലാസ്റ്റ് പറഞ്ഞത് ഫിസിക്കൽ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ കുറിച്ച് പറഞ്ഞു. മെന്റലി റിട്ടൈൻഡ് ആയിട്ടുള്ള കുട്ടികളെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അതിനെ കുറിച്ച് ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ടൈം കൂടുതൽ ആവശ്യമാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ചിൽഡ്രൻസ് വിത്ത് മെന്റലി റിട്ടൈൻഡ് ചിൽഡ്രൻസ് ആണ്. കാരണം മോണ്ടിസോറി എഡ്യൂക്കേഷന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ടൈപ്സ് കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാല് നോർമൽ ആയിട്ടുള്ള കുട്ടികളെയും അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. മെന്റലി റിട്ടൈനിങ് ആയിട്ടുള്ള ചിൽഡ്രൻസിനെയും നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. രണ്ട് പേരും ഒത്തിരി മാറ്റങ്ങൾ അത് മോണ്ടിസോറി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മോണ്ടിസോറി എൻവിയോൺമെന്റിന് ചെയ്യാൻ പറ്റും. അപ്പോ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കൂടുതലായിട്ട്. ഓക്കെ. ഇതൊന്ന് ആരാ സമ്മപ്പ് ചെയ്യുന്നേ? ഇന്നെടുത്ത പോർഷൻ 3 ടോപ്പിക്കും കോമ്പൻസേറ്ററി എഡ്യൂക്കേഷനും. ആരുമില്ല? ജിതിന്നല്ലേ മോന്റെ പേര് ഇവിടെ കാണുന്നത്? മോന്റെ ശരിക്കും പേരെന്താ? സ്നേഹ. പറഞ്ഞോട്ടെ. The compensatory education provided to specially able children, they need extra care. First one, children with special impairment. Children are unsighted by the cause of by birth or because of blind by the cause of various reasons. Then the cause of visual deficiency diseases like smallpox, meningitis, trachoma, scarlet fever, burns, etc. Second one, children with the hearing impairment may be by the cause of heredity, blood group complications. Hearing impairment may be of different degrees of gravity. It affects the state of mind of the children in different ways. So they should also need a compensatory education. They communicating through actions, lip reading, or through both of these. Third one, children with the physical disabilities. It encompasses a wide range of conditions affecting their ability to move, manipulate objects, or perform physical tasks. These abilities can come from various causes, including genetic disorders, injuries, or any other neurological problems. So they need special care from everyone. Thank you. ഓക്കെ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നമ്പർ ചാർട്ട് പ്രസന്റ് ചെയ്തോ നിങ്ങള്?
ആക്ടിവിറ്റി എന്തെങ്കിലും തന്നിട്ടുണ്ട്? പ്രസന്റ് ചെയ്തോ? ഇല്ല. ഓക്കെ. ഞാൻ ഇന്നലെ എന്തെങ്കിലും ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നോ? ഗുഡ് ഹാബിറ്റ്സ്. ഫുഡ് ഹാബിറ്റ്സിനെ പറ്റി ഗുഡ് ഹാബിറ്റിനെ കുറിച്ചിട്ട് ഒരു ചാർട്ടും ആക്ഷൻ ഫോമും ആക്ഷൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറൊന്നും ഞാൻ പറഞ്ഞു തന്നിട്ടില്ല അല്ലേ? ഇല്ല മാം. ഞാൻ നമ്പർ ചാർട്ട് പറഞ്ഞു എന്ന് വിചാരിച്ചു. ഓക്കെ. ദെൻ ഗുഡ് ഹാബിറ്റിനെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് വീക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത് എന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഒരു ആക്ടിവിറ്റി. അപ്പൊ ഈ സെമിനാറും ഉണ്ട്, എന്താണ് ചാർട്ടും ഉണ്ട് കേട്ടോ. അത് മാർക്ക് ചെയ്തത് എല്ലാവരും. ഓക്കെ. ഓക്കെ മാം. ഓക്കെ. ദെൻ ഞാൻ ഒരു എന്താണ് ഒരു മെറ്റീരിയൽ കാണിച്ചു തരാം. മോണ്ടിസോറിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് ഞാനിപ്പോ കാണിക്കാൻ പോകുന്നത്, പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങൾ ഓരോരുത്തരും പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. ഈ ചാർട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു മെറ്റീരിയൽ ആണ് സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് എന്ന് പറയും. എന്താണ് സാൻഡ് പേപ്പർ? പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ. നമ്പേഴ്സ് ഉണ്ട്, ആൽഫബറ്റ്സ് ഉണ്ട്. ആൽഫബറ്റ്സ് ഉണ്ട്, നമ്പേഴ്സ് ഉണ്ട്. നിങ്ങൾ കാണുന്നത് എന്താണ് ആൽഫബറ്റ്സ് ആണ് ഞാൻ കാണിച്ചേട്ടാ. സ്കെയിൽ കാണിക്കാം കേട്ടോ. 1 മിനിറ്റ് നിങ്ങൾക്ക് എടുത്തിട്ട് കാണാം കേട്ടോ. ഓക്കെ. സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് എന്ന് പറയും നമ്മളിതിന്. ഓക്കെ. കാണുന്നുണ്ടോ? സാധാരണ ചാർട്ട് അത്യാവശ്യം കനമുള്ള ചാർട്ടാണ്. ആ ഏന്ന് എഴുതിയിരിക്കുന്നത് എന്താണ് സാൻഡ് പേപ്പറിലാണ് അത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കളറിൽ കാണുന്നത് ചാർട്ട് പേപ്പറിൽ ഒട്ടിച്ചേക്കണേല്ലേ മിസ്സേ? കളറുള്ള കളറുള്ള ചാർട്ട് പേപ്പർ കാർഡ് പോലെ ഒന്ന് ഇത്തിരി കനമുള്ളത് നല്ലതായിരിക്കും കേട്ടോ. മേ ബി ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് അതിൽ ചാർട്ട് ബ്ലൂ ആണെങ്കിൽ ബ്ലൂ ചാർട്ട് ഒട്ടിക്കുക, ക്യാപിറ്റൽ ലെറ്റർ പേസ്റ്റ് ചെയ്യുക. അങ്ങനെ ആൽഫബറ്റ്സ് ക്യാപിറ്റൽ ലെറ്റർ വേണം, സ്മോൾ ലെറ്റർ വേണം. അത് ആൽഫബറ്റ്സിന്റെ കാര്യം. ദെൻ ഇതിൽ തന്നെ നമ്പർ കാർഡ് ഉണ്ട്. ആൽഫബറ്റ്സ് കൂടാണ്ട് നമ്പർ ഉണ്ട് കേട്ടോ. നമ്പർ ഗ്രീൻ കാർഡിലാണ് വരുന്നത്. ഓക്കെ. കാണുന്നുണ്ടോ നിങ്ങള്? അത് നമ്പേഴ്സ് ഗ്രീനിലാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇതാണ് നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽ ആണ്. കുട്ടികളെ നമ്പേഴ്സ് പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ്. ദെൻ 1 എന്ന് പറയുമ്പോൾ കുട്ടികൾ 1 ടച്ച് ചെയ്യണം, ടച്ച് ചെയ്ത് സെൻസ് ചെയ്യണം. അതെങ്ങനെയാണ് അവർ നമ്മളിപ്പോ കൈ പിടിച്ച് ഹോൾഡ് ചെയ്ത് എഴുതിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ടച്ച് ചെയ്ത് അവർ മനസ്സിലാക്കിയാണ്. 2 എന്ന് പറയുമ്പോൾ 2ൽ ടച്ച് ചെയ്ത് അവരത് എന്ത് ചെയ്യാണ്, അണ്ടർസ്റ്റാൻഡ് ചെയ്യാണ്. നമ്മൾ 2 മെറ്റീരിയൽസ് പറയുന്നുണ്ട്. ഇത് നിങ്ങൾ ജിഷ് ടീച്ചറാണല്ലേ പറഞ്ഞിരിക്കുന്നത്? ക്ലാസ്സില് ആൽഫബറ്റ്സ്, ക്യാപിറ്റൽ ലെറ്റർ ആൽഫബറ്റ്സ്, സ്മോൾ ലെറ്റർ ആൽഫബറ്റ്സ്, ദെൻ നമ്പർ കാർഡ് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ. സാൻഡ് പേപ്പർ കേട്ടോ. ഓക്കെ. അത് എന്നിട്ട് മിസ്സിന്റെ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്താൽ മതി. എന്റെ ആക്ടിവിറ്റി എന്തായിരുന്നു മാം? എക്സ്ക്യൂസ് ചെയ്തോ? ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ. ക്യാൻസർ. ഓക്കേടാ. ആണ് കാണുന്ന നന്നായിട്ടുണ്ട് കേട്ടാ. ഓപ്പോസിറ്റ് സൈഡാന്ന് തോന്നുന്നു കാണുന്നല്ലേ? ഇല്ല, കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ടോ? ഓക്കെ. ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കേടാ. ഓക്കെ മാം. നന്നായിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള കുട്ടികളും അത് കംപ്ലീറ്റ് ആക്കാം കേട്ടോ. ഓക്കെ. ഓക്കെ മാം. ഓക്കെ. നിങ്ങൾക്ക് ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുമ്പോൾ അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്പർ കാർഡൊക്കെ നമുക്ക് ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ കൊണ്ടുപോകാനായിട്ട് പറ്റും. അത് നമുക്കൊരു മെറ്റീരിയൽ നമ്മുടെ കയ്യിലുള്ളത് നല്ലതല്ലേ. ഇപ്പൊ നമ്പർ കാർഡും ആൽഫബറ്റ്സ് ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും പ്രിപ്പയർ ചെയ്യാം, നമ്പർ കാർഡ് പ്രിപ്പയർ ചെയ്യാം. ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ തന്നൊരു ആക്ടിവിറ്റി ആണ് ആക്ഷൻ സോങ്. ഇതിനെ കുറിച്ചിട്ടായിരുന്നു ആക്ഷൻ സോങ്. ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ചിട്ടാണ് ആക്ഷൻ സോങ്. വിത്ത് എന്ത് വേണം, ചാർട്ട് വേണം കേട്ടോ. ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ചിട്ട് ചാർട്ടും പ്രിപ്പയർ ചെയ്യണം കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്താണ് ഈ ചാർട്ടും
പ്രസന്റ് ചെയ്യാം. ദെൻ സെമിനാറും കണ്ടക്ട് ചെയ്യാം. അടുത്ത ക്ലാസ് എന്നായിരിക്കും മിസ്സിന്റെ? നെക്സ്റ്റ് വീക്ക് ആയിരിക്കുള്ളൂ കേട്ടോ. ഇന്ന് ഞാൻ ഒരു അഡ്ജസ്റ്റ്മെന്റ് കയറിയതാണ്. ജിസ്റ്റീസിന്റെ ക്ലാസ് ആണ്, എനിക്കറിയാം. ഞാൻ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ആയതുകൊണ്ട് ക്ലാസ് എടുക്കാൻ വേറെ അറിയില്ലാത്തതുകൊണ്ട് ജിസ്റ്റീസ് ലീവാണ്. ചൊവ്വാഴ്ച മാമിന്റെ അപ്പൊ ചൊവ്വാഴ്ച ഉണ്ടാവുമോ? എന്താണ്? എനിക്ക് തേഴ്സ്ഡേ മാത്രമല്ലേ ക്ലാസ്? അതെ അതെ, അപ്പൊ ദിശ മാമാണ് കഴിഞ്ഞ ആഴ്ചയൊക്കെ എടുത്തത്. അപ്പൊ അടുത്ത ആഴ്ച മാമ ആയിരിക്കും അതെയോ എന്നാ? അത് നമ്മള് ചെറിയ അറേഞ്ച്മെന്റ്സ് വരുമ്പോഴത്തെ പ്രശ്നങ്ങളാ. മിസ്, ഈ പഠന വൈകല്യത്തെ കുറിച്ച് എന്നാണ് ക്ലാസ് എടുക്കേണ്ടത്? നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചോ. നെക്സ്റ്റ് വീക്കെൻഡ് എന്നാണോ ക്ലാസ് അതിൽ സെമിനാർ കണ്ടക്ട് ചെയ്യാനും, അതേപോലെ ലീവ് ആവാൻ പാടില്ലായിട്ട് സെമിനാറിന്റെ കാര്യം. നമുക്കത് മാർക്ക് എൻട്രി ചെയ്യാനുള്ളതല്ലേ, അതുകൊണ്ടാണ്. മലയാളത്തിലും ഇംഗ്ലീഷിലും പറയണം. മലയാളത്തിലും ഇംഗ്ലീഷിലും. അതുപോലെ ഏതാണ് ലാംഗ്വേജ്? ഇപ്പൊ ഇംഗ്ലീഷിൽ റീഡ് ചെയ്തിട്ട് അത് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഫുള്ളി ഇംഗ്ലീഷിൽ റീഡ് ചെയ്ത് ഇംഗ്ലീഷിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ മാം. സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഞാനാണ് മാം. പറഞ്ഞോടാ. Good morning, everyone. Before we end today's class, I just want to say a big thank you to our dear Aparna ma'am for wonderful section. We learned a lot and truly appreciate your time, effort, and the way you make learning interesting and clear. And thank you to my classmates. It's great to learn and grow together. Thank you all. Thank you.